ഭഗവാൻ രമണ മഹർഷിയുടെ ജീവിതമാണ്. ഭഗവാൻ രമണ മഹർഷിക്ക് വെറും 14 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം മധുരയിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ മട്ടുപ്പാവിലിങ്ങനെ ഇരിക്കുകയാണ്. സ്കൂൾ കുട്ടിയാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ സമയത്ത് അവിടെ അടുത്ത ആരുടെ പുള്ളിയുടെ ഏതോ ബന്ധുക്കളുടെ മരണം ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇങ്ങനെ എല്ലാവരും മരിച്ചു പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അപ്പോൾ കുറേ മുമ്പ് മരിച്ചാണ്. അപ്പോൾ എല്ലാവരും മരിച്ചു പോകുന്നു, അപ്പോൾ ഞാനും മരിച്ചു പോകില്ലേ? അപ്പോൾ വലിയ ഫിലോസഫി ഒന്നുമല്ല, കുട്ടിക്ക് തോന്നുകയാണ് എല്ലാവരും മരിച്ചു പോകുന്നു, അവരെ മരിച്ചു കഴിഞ്ഞാൽ പട്ടണത്തിലേക്ക് എടുത്തുകൊണ്ടൊന്ന് കത്തിക്കുന്നു, ഇതോടെ കഴിഞ്ഞോ, ഇത് ജീവിതം കഴിഞ്ഞോ, ഇനി എന്താണ് ഇതിൻ്റെ അപ്പുറം എന്താണ്? അപ്പം ഞാനും മരിച്ചു പോകുമല്ലോ എന്നൊരു പെട്ടെന്നൊരു ഭയം, ഒരു മോബിഡ് ഫിയർ അദ്ദേഹത്തിനെ ഗ്രിപ്പ് ചെയ്തു. അപ്പോൾ ഇതേ വിചാരിച്ചു, എന്നാൽ പിന്നെ നാളെ മരിക്കാൻ നിൽക്കണ്ടല്ലോ, ഇപ്പോഴേ അങ്ങ് മരിച്ച് നോക്കാമെന്ന്. കുട്ടികളുടെ ബുദ്ധിയല്ലേ. കുട്ടി അത് വളരെ കൃത്യമായിട്ട് നിലത്തോടെ കിടന്നു. റിഗർ മോർട്ടിസ് എന്ന് പറയും, അതായത് ശരീരത്തെ മരണം പോലെ അടക്കി വെച്ചു. അപ്പോൾ 5 പ്രാണന്മാരും അടങ്ങുന്നു, അടുത്ത 5 അപ്പോൾ ദശപ്രാണന്മാരും അടങ്ങുന്നു, ശരീരം മരിച്ചു കിടക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ കിടക്കുകയാണ്, ഇതിനിപ്പോൾ എടുത്തുകൊണ്ട് കത്തിക്കും. മൈൻഡിൽ തോട്ട്സ് എല്ലാം സബ്സൈഡ് ചെയ്തു. അപ്പോൾ പുള്ളിയുടെ ആന്തരികമായൊരു ശബ്ദം കേൾക്കുകയാണ്, എന്താണ്? ഇപ്പോൾ ഈ ശരീരം മരിച്ചു, ഇതിനെടുത്തുകൊണ്ട് പട്ടണത്തെ കൊണ്ട് കത്തിക്കും. മനസ്സിൽ ചിന്തകളില്ല, ശരീരത്തിന് ചലനമില്ല, ദശപ്രാണന്മാർ അടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡെഡായി. പക്ഷേ ഇത് ഡെഡായി എന്ന് ഞാൻ അനുഭവിക്കുമ്പോഴും ഞാൻ മരിച്ചു പോകുന്നില്ലല്ലോ. അതായത് ഇതിനെ ഒബ്സർവ് ചെയ്യുന്ന ഞാൻ മരണമില്ലാതാണ്. ശരിയാ. അപ്പോൾ പുള്ളിക്ക് ഒരു ഭയങ്കര റിയലൈസേഷൻ വന്നു, ഡെത്ത് ഇസ് ജസ്റ്റ് ഫോർ ദ ബോഡി, ഡെത്ത് ഇസ് നോട്ട് ഫോർ ദ റിയൽ ഐ. ഞാനെന്ന സ്വത്വത്തിന് മരണമില്ല.